നമസ്കാരം. 2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ആർക്കാണ് നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാണോ, SDPIക്കാണോ, സിമിക്കാണോ, പോപ്പുലർ ഫ്രണ്ടിനാണോ, അതോ മറ്റേതെങ്കിലും ഭീകരവാദ സംഘടനകൾക്കാണോ? അങ്ങനെ ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സമ്മതിദായകരെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്ന അഭിപ്രായങ്ങൾ. എന്തുകൊണ്ടങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സരളമായിട്ട് തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. കാരണം ഇടത് വലത് കക്ഷികൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും, വലതുപക്ഷം എന്ന് പറയപ്പെടുന്നത് UDF ആണല്ലോ, ഇടതുപക്ഷം എന്നുള്ളത് LDF കയ്യാളി വച്ചിരിക്കുന്നൊരു പട്ടമാണ്. ശരി, അവരെ തന്നെ നമുക്ക് ഇടത് വലതെന്ന് വിളിക്കാം. അവരുടെ ഒരു മനോഭാവമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളല്ല, പക്ഷേ അവരുടെ ഒപ്പം നിൽക്കുന്ന ഭീകരവാദികൾ വലിയ ഇസ്ലാമിക ഭീകരവാദികളാണ്. അതായത് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ISIS കുഴപ്പമില്ല, അവരുടെ ഒപ്പം നിൽക്കുന്ന അൽഖ്വയ്ദ മോശമാണ് എന്നുള്ളൊരു നടപടി ക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു മനോഭാവമാണ് LDFും UDFും പരസ്പരം കൈക്കൊള്ളുന്നത്. സമീപകാലത്ത് LDFിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AK ബാലനാണെങ്കിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണെങ്കിലും, വെള്ളാപ്പള്ളി നടേശനെ ഞാനൊരു സഹയാത്രികനെന്ന് പറയുന്നില്ല, അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരുടെ ഒരു മനോഭാവം പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന UDF വളരെ മോശമായിട്ടുള്ളൊരു രാഷ്ട്രീയ പരിസരത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കും, മാറാട് കലാപങ്ങൾ ആവർത്തിക്കപ്പെടും തുടങ്ങിയ ആരോപണങ്ങൾ LDF UDFന് നേരെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമുണ്ട്. തിരിച്ച് LDFിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് UDFനെ ഒന്ന് പരിശോധിക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് പലർക്കും അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്ന അതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. അല്ല, അത് പൂർണ്ണമായിട്ട് ആത്യന്തികമായിട്ട് അതൊരു മതസംഘടന തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമികമായിട്ടുള്ള രീതികൾ ഏർപ്പെടുത്തുക. ശ്രദ്ധിക്കുക, മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമികമായിട്ടുള്ള രീതികൾ കൊണ്ടുവരിക. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യകൃതമായിട്ടുള്ള എല്ലാവിധ മത രാഷ്ട്രീയ സംവിധാനങ്ങളും തെറ്റാണ്. ദൈവം, അതായത് അള്ളാഹു സൃഷ്ടിച്ച നിയമങ്ങൾ മാത്രമാണ് മനുഷ്യന് അനുവർത്തിക്കാൻ പ്രാപ്തമായ അല്ലെങ്കിൽ യോഗ്യമായ ഏക നിയമം എന്നുള്ള ആശയത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് ഈ നീട്ടിപ്പരത്തി പറയാതെ ഇസ്ലാമികവൽക്കരിക്കുക. അത് ജീവിത രീതികളായാലും രാഷ്ട്രീയ സംവിധാനങ്ങളായാലും ഭരണ സംവിധാനങ്ങളായാലും ഏത് തരത്തിലും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ള ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ഭാരതത്തിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്നുണ്ട്. പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ ഭാരതത്തിലുള്ളത് സ്വതന്ത്രമായ സംഘടന, പാകിസ്ഥാനിലുള്ളത് സ്വതന്ത്രമായ സംഘടന, ബംഗ്ലാദേശിലുള്ളത് മറ്റൊരു സ്വതന്ത്ര സംഘടന, അങ്ങനെയാണ് അവർ പറയുന്നത്. ഭാരതത്തിലൊരു രസമുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഭാരത സർക്കാർ അതിനെ നിരോധിക്കുന്നത് വരെ. ആ നിരോധിക്കപ്പെട്ട സംഘടനയുമായിട്ട് ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതായത് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പിടികൂടപ്പെട്ട് ആ സംഘടന എവിടെയെങ്കിലും നിരോധിക്കപ്പെടുമ്പോൾ നാളെ എറണാകുളത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രാഞ്ച് ഭീകരവാദത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടി അവിടുത്തെ കുറേ ആളുകൾ NIAയുടെ മറ്റോ പിടിയിലാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ പറഞ്ഞേക്കാം എറണാകുളവും ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എറണാകുളത്തുള്ള ജമാഅത്തെ ഇസ്ലാമി വേറെ, ഞങ്ങൾ വേറെ എന്നും പറഞ്ഞേക്കാം. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രവർത്തന ശൈലി കണ്ടുവരുന്നത് ഇതുവരെ. കശ്മീരിനെ അവലംബിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ പാകിസ്ഥാനെ അവലംബിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ അവലംബിച്ച് നോക്കുമ്പോഴോ ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായൊരു കൂട്ടുകെട്ടിലേക്ക് UDF നീങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. മറുവശത്ത് നിന്ന് LDFിലെ ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ സത്യസന്ധവുമാണ്. എന്നാൽ അവരുടെ LDFിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള CPI ഉൾപ്പെടെയുള്ളവർ നാളെ ഒരു പ്രീണനം ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വെച്ച് നീട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു വാതിലും അല്ലെങ്കിൽ ഒരു ചെറിയ ജാലകമെങ്കിലും തുറന്നിടുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി അവരുടെ സഖ്യകക്ഷികൾ വിമർശിക്കുമ്പോൾ അതത്ര ശരിയായ വിമർശനമല്ല, വെറുതെ ഇസ്ലാമോഫോബിയ പടർത്തണോ, വെറുതെ സംഘപരിവാറിന് ഫാസിസത്തിന് വഴി തുറന്ന് കൊടുക്കണമോ തുടങ്ങിയ ആശയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു
ജാലകം തുറന്നിട്ടിരിക്കുകയാണ്. നാളെ ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടി വരുന്നൊരവസ്ഥ വന്നാലോ എന്നുള്ള ചിന്തയിൽ ഒരു എന്താ പറയുക, ഫോർസൈറ്റ് എന്ന് പറയില്ലേ, ഒരു ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോഴേ ബുദ്ധിപരമായി ചിന്തിച്ചു കൂട്ടി ഒരു ജാലകം തുറന്നിട്ടിട്ടുണ്ട്. UDF എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് പരസ്യമായി തന്നെ നീങ്ങുന്നു എന്നുള്ളത് വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ആത്യന്തികമായൊരു മതസംഘടനയാണെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇനി മറുവശത്ത് വരാം. എൽ ഡി എഫിൻ്റെ അവസ്ഥ എന്താണ്? LDFൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. കാരണം ഇത്ര പരസ്യമായിട്ട് പലപ്പോഴും മാധ്യമങ്ങൾ അതിനെ തുറന്ന് കാട്ടാറില്ല. എന്നാലും ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഏവർക്കും പിടികിട്ടുന്നൊരു കാര്യം, വിവിധ ഭീകരവാദ കേസുകളിൽ പ്രതിയായ അബ്ദുൽ നാസർ മദനിയുമായി വളരെ തുറന്ന രീതിയിൽ തന്നെ വേദി പങ്കിട്ട് ചിരിച്ച് കളിച്ച് തിരഞ്ഞെടുപ്പ് സഖ്യം വരെ ഉണ്ടാക്കുവാനുള്ള തലത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താരീതി വെച്ച് പുലർത്തിയിരുന്ന, ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ളത്. LDFലെ മറ്റ് സഖ്യകക്ഷികളുടെ അവസ്ഥ വ്യത്യസ്തമല്ല. അബ്ദുൽ നാസർ മദനി ഭീകരവാദി അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ ഇതുവരെ അയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും ഇൻ്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ലഭ്യമാണ്. അദ്ദേഹം ഏത് രീതിയിലുള്ള ആശയങ്ങളുടെ ഒരു പ്രചാരകനായിരുന്നു, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് നബി, ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ അപമാനിക്കുന്നവൻ്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് ഒരു കഥ ഉദാഹരിച്ച് പരസ്യമായി പ്രസ്താവിച്ചിട്ടുള്ള ആളാണ് അബ്ദുൽ നാസർ മദനി. ആ അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ട് അയാളുടെ പിന്തുണയുള്ള ആളുകളുടെ വോട്ടുകൾ ഉറപ്പിക്കുവാനായി ഉള്ള ശ്രമങ്ങൾ പരസ്യമായി തന്നെ നടത്തിയിട്ടുള്ള ആളുകളാണ് ഇന്ന് LDFൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഇസ്ലാമിലൂടെ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഭീകരവാദ സംഘടനയായ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അതിൻ്റെ പ്രവർത്തകനായിരുന്ന ഒരാളെ മന്ത്രിയാക്കിയ പാരമ്പര്യവും LDFനുണ്ട്. അതും മറക്കുവാൻ പാടില്ല. ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ചിന്തിച്ചാൽ, സമീപകാലത്തായിട്ട് ഇപ്പോൾ പാനൂർ ഒരു സ്കൂളിൽ നിന്ന് ഐസ്ക്രീം ബോംബ് പിടിച്ചെന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഐസ്ക്രീം ബോംബ് അല്ല, ഐസ്ക്രീം ബോളുകളിൽ നിറച്ചിരുന്ന ബോൾ ഐസ്ക്രീം ഉണ്ടല്ലോ, ബോൾ ഐസ്ക്രീമിൻ്റെ ആ ബോളുകളിൽ നിറച്ചിരുന്നത് വെടിമരുന്നായിരുന്നില്ല, പാറപ്പൊടിയാണെന്ന് മാറി. നമ്മൾ വിശ്വസിച്ചു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഈ അടുത്തിടെ പിടിയിലായ ആദിൽ മുഹമ്മദ് എന്ന ISIS ബന്ധമുള്ള ഗൂഢലക്ഷ്യങ്ങളുമായി വളരെ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് അറബ് രാജ്യങ്ങളിലേക്ക് മുങ്ങുന്ന ഒരു ഭീകരപ്രവർത്തകനെ പിടിച്ചത് പറപ്പൊടിയാക്കി മാറ്റുവാൻ സാധിക്കില്ലല്ലോ. 2024 ജനുവരി 10 കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് അറസ്റ്റിലായ സവാദ് എന്ന അശമന്നൂർ സവാദ്, ഷാജഹാൻ എന്ന വ്യാജപ്പേരിൽ 13 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന അശമന്നൂർ സവാദ്. ആരാണ് ഈ സവാദ് എന്ന് ചോദിച്ചാൽ, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിലെ 1-ാം പ്രതി. കണ്ണൂർ എന്ന് പറയുന്നത് ആരുടെ കോട്ടയാണ് എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ ഷാജഹാൻ അവിടെ നിന്നാണ് പിടിയിലായത്. അതിന് കുറച്ച് പിന്നോട്ട് പോയാൽ കനകമല എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കൂ. കേരളത്തിൽ പരസ്യമായി ഏതാണ്ട് ഭീകരവാദികൾ പിടിയിലാവുന്നത്, ഒന്നിലധികം ഭീകരവാദികൾ ഒരുമിച്ച് പിടിയിലാവുന്നത് കനകമലയിൽ നിന്നാണ്. ഇസ്ലാമിക ഭീകരവാദികളുടെ കാര്യമാണ് പറയുന്നത്, മാവോയിസ്റ്റുകളുടെ അല്ല. അത് വേറൊരു ചരിത്രമാണ്, മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടത് വലത് കക്ഷികളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അത് LDFൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും മനോഭാവം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ISIS നല്ലവരാണ്, അവരുടെ ഒപ്പം നിൽക്കുന്ന അൽഖ്വയ്ദ മോശമാണ് കേട്ടോ, അവർ ഭരണത്തിൽ വന്നാൽ അൽഖ്വയ്ദയായിരിക്കും ആഭ്യന്തരം നിയന്ത്രിക്കുന്നത്. മറുവശത്ത് നിൽക്കുന്നവർ ആ രീതിയിലല്ല പറയുന്നത്. കാരണം അവർക്ക് കുറേ കൂടി ഈ രാഷ്ട്രീയ മെയ്വഴക്കമുള്ളതുകൊണ്ട്, മെയ്വഴക്കം എന്ന് പറയുന്നത് ഈ മൈലെണ്ണ ഇട്ടൊരു വൃത്തികെട്ട മെയ്വഴക്കമാണ്. ആ മെയ്വഴക്കം കാലങ്ങളായി, പതിറ്റാണ്ടുകളായി അവർ പരിശീലിച്ച് പോകുന്നത് കൊണ്ട് അവരിപ്പുറത്ത് നിൽക്കുന്ന ISISനെ പരസ്യമായി തള്ളിപ്പറയുന്നില്ല. കാരണം അവരുടെ ഒരു പ്രധാന ആയുധം ഇസ്ലാമോഫോബിയ. അപ്പോൾ ഈ ISISനെ പറഞ്ഞാലും അത് ഇസ്ലാമോഫോബിയ ആകും എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെന്നല്ല, ഭാരതത്തിലൊട്ടാകെയും ലോകത്ത് തന്നെ ഭീകരവാദ സംഘടനകളെ പറഞ്ഞാൽ അയ്യോ ഇസ്ലാമിക സമൂഹത്തെ പാർശ്വവൽക്കരിക്കുന്നു, ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്ന് പറഞ്ഞാലേ.
വെറുതെ ഒന്നും പറയണ്ട, ഈ ഭീകരവാദികളെല്ലാം വൃത്തികെട്ടവന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം അറിയാതെ തന്നെ ഇവരൊക്കെ പറഞ്ഞു ഇസ്ലാമോഫോബിയ പരത്താതിരിക്കൂ സുഹൃത്തേ എന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ് ഇവരുടെ ഒരു പശ്ചാത്തലം. കാരണം അരിയും മലരും കുന്തിരിക്കവും അവലുമൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ, വരുന്നുണ്ടേതിൻ്റെ കാലന്മാരെന്ന് പരസ്യമായി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വർഗീയ മുദ്രാവാക്യങ്ങളല്ല. ഭാരതം എന്ന രാഷ്ട്രം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഭാരതത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ടൊരു ഹിന്ദുവാണ്. ഭാരതം ഹിന്ദുസ്ഥാനാണ്, ഇനി അതിനെ പ്രത്യേകിച്ച് ഹിന്ദു രാഷ്ട്രമാക്കേണ്ട കാര്യമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ വർഗീയവാദി. പക്ഷേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വീട്ടിൽ അരിയും മലരും കുന്തിരിക്കവും അവലുമൊക്കെ സൂക്ഷിച്ച് മരണാനന്തര ക്രിയകൾ ചെയ്യുവാൻ ഒരുങ്ങിയിരുന്നോ, ഞങ്ങൾ ഇസ്ലാമിക ഭീകരർ നിങ്ങളുടെയൊക്കെ കാലന്മാരായി വരുന്നുണ്ട് എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചാൽ അതിൽ യാതൊരു വർഗീയതയുമില്ല. ഈ നിലപാടാണ് ഇവർ രണ്ട് കൂട്ടരും കൈക്കൊള്ളുന്നത്, LDF ആയാലും UDF ആയാലും. മദനിയുടെ കാര്യത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി തിരിച്ചു വന്നാൽ, ബാംഗ്ലൂരിൽ കർണാടക ജയിലിൽ ഏറെ നാൾ കിടന്നിരുന്ന മദനിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ LDF UDF തരംതിരിവില്ലാതെ തന്നെ നിയമസഭയിൽ മദനിക്ക് വേണ്ടിയിട്ട് സഹതാപ തരംഗമലയടിക്കുന്ന പ്രമേയം പാസ്സാക്കിയവരാണ് ഇവരെല്ലാം. ഇത് കൊണ്ട് തന്നെയാണ് ആദ്യം ഞാൻ ചോദിച്ചത്, 2026 നിങ്ങളുടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാണോ അതോ SDPIക്കാണോ, സിമിക്കാണോ, പോപ്പുലർ ഫ്രണ്ടിനാണോ, ഐസിസിനാണോ, അൽക്വയ്ദയ്ക്കാണോ? അത്തരത്തിലൊരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമ്മതിദായകർ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം.